ഭൂമിയുടെ മാസ് എത്രയാണെന്നറിയാമോ? 5.9 എന്ന് എഴുതിയിട്ട് ഒരു 24 പൂജ്യം അങ്ങോട്ട് ഇട്ടാൽ എത്രയാണോ അത്രയും കിലോഗ്രാം. അതുപോലെ ഒരു ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണെന്നറിയാമോ? ഒരു പോയിൻ്റ് ഇട്ട് ഒരു 31 പൂജ്യം അങ്ങോട്ട് ഇട്ട് അതിനുശേഷം 91 എഴുതിയാൽ എത്രയാണോ അത്രയും കിലോഗ്രാം. ഒന്ന് ചിരിപ്പിക്കാതെ പോടെ. ഇതെല്ലാം ത്രാസിൽ വെച്ച് തൂക്കി അളന്ന് പറയുകയല്ലേ, ചുമ്മാ മനുഷ്യനെ പറ്റിക്കാൻ എന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ അങ്ങനെ തോന്നണ്ട. ത്രാസിൽ വെച്ച് തൂക്കി മാത്രമല്ല, പല രീതിയിലും ഒരു വസ്തുവിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് ഭൂമിയുടെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മറ്റ് പ്രപഞ്ചഗോളങ്ങളുടെയും എല്ലാം മാസ് കണക്കാക്കുന്നത്. കൊള്ളാമല്ലോ. എന്നാൽ അതൊന്ന് അറിയണമെന്ന് തോന്നുന്നുണ്ടോ? എന്നാലായിക്കോട്ടെ, നമുക്കിന്ന് ഇവരെയൊക്കെ ഒന്ന് അളന്നു നോക്കാം. എന്നാൽ തുടങ്ങിയാലോ? എല്ലാ പ്രിയപ്പെട്ടവർക്കും സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം കമൻ്റായി രേഖപ്പെടുത്തണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. സാധാരണഗതിയിൽ ഭാരം, വെയിറ്റ്, പിണ്ഡം അഥവാ മാസ് ഇവയെല്ലാം ഒന്നായിട്ടാണ് നാം കണക്കാക്കാറുള്ളത്. സത്യത്തിൽ ഇത് രണ്ടും രണ്ടാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള മാറ്ററിൻ്റെ അളവാണ് മാസ് അഥവാ പിണ്ഡം. ഗുരുത്വാകർഷണം, ഗ്രാവിറ്റി മൂലം ആ വസ്തു ചെലുത്തുന്ന ഫോഴ്സാണ് വെയിറ്റ്. ഒരു വസ്തുവിൻ്റെ മാസ് ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒരുപോലെയായിരിക്കും, എന്നാൽ വെയിറ്റ് വ്യത്യാസമുണ്ടാകും. ഭൂമിയിൽ 50 കിലോ വെയിറ്റുള്ള ഒരു വസ്തുവിന് ചന്ദ്രനിൽ 17 കിലോ മാത്രമേ ഉണ്ടാകൂ. കാരണം ചന്ദ്രൻ്റെ ഗ്രാവിറ്റി ഭൂമിയേക്കാൾ കുറവാണ്. അത് വ്യാഴത്തിലെത്തിയാൽ 300 കിലോഗ്രാം ഉണ്ടാകും. കാരണം വ്യാഴത്തിൻ്റെ ഗ്രാവിറ്റി വളരെ കൂടുതലാണ്. ശരിക്കും ഫിസിക്സിൽ മാസിൻ്റെയും വെയിറ്റിൻ്റെയും യൂണിറ്റ് തന്നെ വ്യത്യസ്തമാണ്. സത്യത്തിൽ നാം ഇവിടെ തൂക്കി നോക്കി ഇത്ര കിലോഗ്രാം എന്ന് പറയുന്നത് വെയിറ്റാണ്. കിലോഗ്രാം എന്ന് പറയുന്നത് ഗ്രാം, കിലോഗ്രാം ഒക്കെ മാസിൻ്റെ യൂണിറ്റാണ്. വെയിറ്റിൻ്റെ യൂണിറ്റ് സത്യത്തിൽ ന്യൂട്ടനാണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. ശരി, നമുക്കിവിടെ ഭൂമിയുടെ മാസാണല്ലോ അളക്കേണ്ടത്. എല്ലാ പ്രപഞ്ചഗോളങ്ങൾക്കും ഭൂമിക്കും ഗുരുത്വാകർഷണം അഥവാ ഗ്രാവിറ്റി എന്നൊരു പ്രോപ്പർട്ടി ഉണ്ടെന്നും ഏതൊരു വസ്തുവിനെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക്, സെൻറ്ററിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഏതൊരു വസ്തുവും മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത് എന്നെല്ലാം നാം പഠിച്ചിട്ടുണ്ട്, നമുക്കറിയുകയും ചെയ്യാം. നോക്കൂ, ഏതൊരു ഭൗതിക സിദ്ധാന്തവും പൂർണ്ണമാകുന്നത് അതിന് ഒരു ഗണിത സൂത്രം, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നൽകുമ്പോഴാണ്. അങ്ങനെയാണ് പ്രപഞ്ചഗോളങ്ങൾ തമ്മിലുള്ള ഗുരുത്വാകർഷണത്തിന് ന്യൂട്ടൻ ഈ ഫോർമുല രൂപീകരിക്കുന്നത്. അതൊന്ന് വിശദീകരിക്കാം. ഞാൻ പൊതുവേ സയൻസ് പറയുമ്പോൾ ഈ ഇക്വേഷൻസ് കഴിയുന്നത്ര ഒഴിവാക്കാറുണ്ട്. കാരണം പലപ്പോഴും കണക്കാണ് സാധാരണക്കാരെ സയൻസിൽ നിന്നും അകറ്റി നിർത്തുന്നത്. പക്ഷേ ശാസ്ത്രത്തിൻ്റെ ഭാഷയാണ് ഗണിതം എന്ന് മനസ്സിലാക്കുക. സ്ഫടികം സിനിമയിലെ ചാക്കോമാഷ് പറഞ്ഞത് ഓർമ്മയില്ലേ? വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി ഒരു വട്ടപൂജ്യം മാത്രമാണ്. പക്ഷേ ഞാനൊരു ചാക്കോമാഷൊന്നുമല്ല കേട്ടോ. ലളിതമായ കണക്കാണിത്, ശ്രദ്ധിക്കൂ. ഞാനൊരു ഇത്തിരി കണക്ക് പറയുകയാണ്, പറഞ്ഞല്ലോ, ആരും പേടിക്കൊന്നും വേണ്ട. സിമ്പിളാണ്. ഇപ്പം ഈ രണ്ട് കാര്യം, ഇത് ഭൂമിയും ഇത് ചന്ദ്രനുമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് പ്രപഞ്ച വസ്തുക്കൾ, ഇത് തമ്മിൽ എന്തായാലും ആകർഷണ ബലമുണ്ട് എന്നാണ് ന്യൂട്ടൺ പറഞ്ഞത്. അതെത്രയാണ് എന്നാണ് ന്യൂട്ടൺ കണക്കാക്കിയത്. ഈ ആകർഷണം എപ്പോഴും മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മാസ് കൂടുതലുണ്ടെങ്കിൽ അവിടെ ആകർഷണബലം കൂടുതലായിരിക്കും, മാസ് കുറവാണെങ്കിൽ ആകർഷണബലം കുറവുമായിരിക്കും. രണ്ട് മാസ്, ഒന്നിന് m1 ആണ് മാസെങ്കിൽ അടുത്തതിൻ്റെ മാസ് m2 ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ ആകർഷണ ബലം, ഫോഴ്സ്, ഗുരുത്വാകർഷണം, ഈ m1 എത്രയാണോ അതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുമല്ലോ. മാസ് കൂടുതലാണെങ്കിൽ കൂടും, കുറവാണെങ്കിൽ കുറയും. അതാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. അതേപോലെ തന്നെ ഇത് ഈ m2വിനും പ്രൊപ്പോർഷണൽ ആയിരിക്കുമല്ലോ. ഇത് കൂടുതലാണെങ്കിൽ കൂടും, കുറവാണെങ്കിൽ കുറയും. എന്നാൽ ഇതിൻ്റെ തമ്മിലുള്ള ദൂരമുണ്ട്, സെൻറ്ററുകൾ തമ്മിലുള്ള ദൂരം, അത് കൂടുന്തോറും ഫോഴ്സ് കുറയുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള കേസിൽ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നാണ് പറയുക. ദൂരം ഒരു വശത്ത് കൂടുമ്പം മറ്റേ വശത്ത് കുറയുമെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പാലിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കും തോറും അതിൻ്റെ
കട്ടി അല്ലെങ്കിൽ സാന്ദ്രത കുറയുകയല്ലേ ചെയ്യുക. അങ്ങനെയുള്ളതിനാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളത് നമ്മൾ മാത്തമാറ്റിക്സിൽ 1/, അതായത് ഡിനോമിനേറ്ററിലാണ് ഇടുക. അപ്പോൾ ഡിനോമിനേറ്റർ കൂടുമ്പോൾ ടോട്ടൽ വാല്യൂ കുറയും. അതായത് ഈ എഫ് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസാണ്, സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസാണ്, അതിൻ്റെ സ്ക്വയർ ആർ ഇൻറ്റു ആർ അതാണ് വരിക. ഇത്രയും കാര്യങ്ങളോടാണ് ഇത് ഇൻവേഴ്സ്ലി, ഡിസ്റ്റൻസിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, മാസിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m1 ഇൻറ്റു m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരും. ഇതാണ് ന്യൂട്ടൺ ആവിഷ്കരിച്ച യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ലോ. പക്ഷേ എഫ് ഈക്വൽസ് അല്ല, ഇത് പ്രൊപ്പോർഷണലാണ്. ഇത് ഈക്വൽ ആകണമെങ്കിൽ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ചേർക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രൊപ്പോർഷണൽ എന്നുള്ളത് ഈക്വൽ ആവുകയുള്ളൂ. ആ വാല്യൂ ഇതാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ചുരുക്കത്തിൽ ഈ പറഞ്ഞ എഫ് ഈസ് ഈക്വൽ ടു ജി m1 m2 ബൈ ആർ സ്ക്വയർ. ഈ m1ഉം m2ഉം ഒക്കെ ഇപ്പോൾ ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ളത്, ചന്ദ്രനും വേറൊരെതെങ്കിലും തമ്മിലുള്ളത്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവും ഭൂമിയും തമ്മിലുള്ളത്, അല്ലെങ്കിൽ വ്യാഴവും സൂര്യനും തമ്മിലുള്ളത്, ഇങ്ങനെ ഈ m1ഉം m2ഉം ആറും മാറിക്കൊണ്ടേയിരിക്കും അതിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളും അനുസരിച്ച്. പക്ഷേ എവിടെയായാലും ഈ ജി എന്നുള്ളത് ഒരേപോലെ തന്നെ ആയിരിക്കും നിൽക്കുക. അതുകൊണ്ടാണ് ഇതിനെ കോൺസ്റ്റൻ്റ് എന്ന് പറയുക. പ്രപഞ്ചത്തിലെല്ലായിടത്തും ജി സെയിം ആയിരിക്കും, m1ഉം m2ഉം ആറും മാറിക്കൊണ്ടേയിരിക്കും. ഇതാണ് ന്യൂട്ടൻ്റെ വിഖ്യാതമായ ഗ്രാവിറ്റേഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ജി m1 m2 ബൈ ആർ സ്ക്വയർ. ഇവിടെ വേറൊരു പ്രശ്നം ന്യൂട്ടന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ജി ഉണ്ടല്ലോ, ഈ ജി കണക്കാക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ഈ ജി കണക്കാക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കണം? m1ഉം m2ഉം ആറും എഫും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ജി എത്രയാണെന്ന് കണക്കാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ m1ഉം ഇതിനെപ്പറ്റി നമുക്ക് ഒരു പിടിയില്ല. അതുകൊണ്ട് ഇങ്ങനൊരു കോൺസ്റ്റൻ്റ് ഉണ്ട് എന്നുള്ളതല്ലാതെ ഇതെത്ര, ഈ ജിയുടെ വാല്യൂ എത്രയാണെന്നുള്ളത് ന്യൂട്ടന് കണക്കാക്കാൻ സാധിച്ചിരുന്നില്ല. അതാണ് പിന്നീട് ഹെൻറി കാവൻഡിഷ് ചെയ്തത്. ഇപ്പോൾ ന്യൂട്ടൻ്റെ ഗ്രാവിറ്റി ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതിൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് അഥവാ ജി ഉണ്ടെന്നുള്ളതല്ലാതെ ഇതിൻ്റെ കൃത്യമായ വാല്യൂ എത്രയാണെന്ന് കണക്കാക്കാൻ ന്യൂട്ടന് കഴിഞ്ഞിരുന്നില്ല. പ്രപഞ്ചഗോളങ്ങൾ തമ്മിലുള്ള ആകർഷണത്തെ ലാബിൽ പരീക്ഷണം നടത്തി തെളിയിക്കുക എന്നത് എളുപ്പമല്ലല്ലോ. എങ്കിലും 1728 ഹെൻറി കാവൻഡിഷ് ആണ് വ്യത്യസ്ത മാസുള്ള 2 ലോഹഗോളങ്ങളെ തൂക്കിയിട്ടുകൊണ്ട് വളരെ ചെറുതെങ്കിലും അവ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ അളന്നത്. അതിൽ നിന്നും യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് അഥവാ ജിയുടെ വാല്യൂ കൃത്യമായി ഗണിച്ചു. അതിങ്ങനെയാണ്. ഹെൻറി കാവൻഡിഷ് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാബിൽ ഒരു നീണ്ട വടി, അതിൽ ഒരു ലെഡ് ബോൾ തൂക്കിയിട്ടു. ഇതിൻ്റെ ഇവിടെയും അതിൻ്റെ നടുക്കൊന്ന് ഇതിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതാണ്. കൃത്യമായി ബാലൻസ് ചെയ്ത് 2 ബോൾ. ഇതിൻ്റെ മാസ് അറിയാം, ഇതിൻ്റെയും മാസ് അറിയാം. എന്നിട്ട് ഇതിൻ്റെ സമീപത്ത് വേറെ 2 ബോൾ ഇങ്ങനെ വെച്ചു. അപ്പോൾ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ തൂക്കിയിടുമ്പം ഇവിടെ ഒരു ബോളുണ്ടെങ്കിൽ അത് ഇങ്ങോട്ടും, ഇവിടെ ഒരു ബോൾ വെക്കുമ്പം അത് ഇങ്ങോട്ടും ചെറുതായിട്ട് വളരെ ചെറിയ രീതിയിൽ ഇത് പരസ്പരം ആകർഷിച്ച് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാകും. മാഗ്നറ്റിക് ആയിട്ടുള്ള ആകർഷണമല്ല, റിയലായിട്ടുള്ള 2 മാസ് തമ്മിലുള്ള 2 ബോളുകൾ തമ്മിലുള്ള ഗുരുത്വാകർഷണം തന്നെ. അത് വളരെ ചെറുതാണ്, മൈന്യൂട്ടാണ്. അദ്ദേഹം അത് അളന്നത് ഇത് മിററൊക്കെ, ഇതിൻ്റെ ഈ ഫൾക്രത്തിൽ ഒരു മിററൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഡിഫ്ലക്ഷനൊക്കെ നോക്കി ഒരു വാക്വം ചേമ്പറൊക്കെ ഉണ്ടാക്കി. കാര്യം എയറിൻ്റെയൊക്കെ ചിലപ്പം ഈ കാറ്റൊക്കെ അടിക്കുന്നതല്ലേ, അതുപോലും ഇതിനെ ബാധിക്കാതിരിക്കുന്ന രീതിയിൽ വളരെ സൂക്ഷ്മമായിട്ടാണ് ചെയ്തത്. അങ്ങനെ അളന്നപ്പോൾ ഒരു ആംഗിൾ അവിടെ ഉണ്ടാകും. ആ അതിൽ നിന്ന് ഇപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചു. ജി m1 m2
ബൈ ആർ സ്ക്വയർ. ഇവിടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഇവ തമ്മിലുള്ള ഫോഴ്സ് എത്രയാണെന്ന് ഈ ഡിഫ്ലക്ഷനിൽ നിന്ന് മനസ്സിലാക്കി. M1 എത്രയാണെന്നറിയാം, M2 എത്രയാണെന്നറിയാം, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയാം, ഈ ഫോഴ്സും അറിയാം. ഇത്രയും കിട്ടിക്കഴിഞ്ഞപ്പം എങ്ങനെയാണ്? അപ്പോൾ ഈ G ഈക്വൽസ് എഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ M1 ഇൻറ്റു M2. ഇതാണ് G. ഇത് ഈ ചെറിയ ബോളുകൾ വെച്ച് ലാബിൽ ഉപയോഗിക്കാവുന്ന ബോളുകളുടെ നമുക്ക് നോൺ മാസ് വെച്ചിട്ട് ഈ G അളന്നത് ആദ്യമായി ഹെൻറി കാവൻഡിഷ് എന്ന സയൻറ്റിസ്റ്റാണ്. ആ വാല്യൂ കിട്ടിയത് 6.674 ഇൻറ്റു 10⁻⁻11 എന്ന് വെച്ച് കഴിഞ്ഞാൽ 6.67 ഡിവൈഡഡ് ബൈ ഈ 10 കഴിഞ്ഞ് ഒരു 11 പൂജ്യം ഇങ്ങനെ ഇട്ടാൽ എത്രയാണോ അത്രയും വാല്യൂ. അതാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന സംഭവം കിട്ടിയത്. ഇത് ന്യൂട്ടന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഭൂമിയുടെ മാസ് അളക്കാനും സാധിച്ചിരുന്നില്ല, കണക്കാക്കാനും സാധിച്ചിരുന്നില്ല. ഹെൻറി കാവൻഡിഷ് ഇത് ചെയ്ത് ഈ ജിയുടെ വാല്യൂ കിട്ടിയതിന് ശേഷമാണ് മാസ് അളന്നത്, ഭൂമിയുടെ മാസ് കണക്കാക്കിയത്. അതിങ്ങനെയാണ്, നോക്കിക്കോളൂ. ന്യൂട്ടൻ്റെ ഫേമസ് ആയിട്ടുള്ള 3 ലോസ് നമുക്കറിയാം. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്താണ്? സ്ട്രെയിറ്റ് ലൈനിൽ ഒരേ വെലോസിറ്റിയിൽ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു, അതിൽ എക്സ്റ്റേണലായി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടാത്ത കാലത്തോളം അതങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ നിശ്ചലമായിരിക്കുന്നൊരു വസ്തുവും അതിലൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതിരിക്കുന്ന കാലത്തോളം അതങ്ങനെ തന്നെ ഇരിക്കും. അത് നമുക്കറിയാം. ഒരു കസേര ഒരിടത്തിരിക്കുന്നു, നമ്മളതിനെ തള്ളാതെ മുമ്പോട്ട് നീങ്ങില്ല. അതേപോലെ തന്നെയാണ് യൂണിഫോം വെലോസിറ്റിയിൽ ശൂന്യതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ കാര്യം. അപ്പം ഇതിലൊരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ പാതയ്ക്ക് മാറ്റം വരികയുള്ളൂ, സ്പീഡ് കൂടുകയോ കുറയുകയോ നിൽക്കുകയോ ഒക്കെ ചെയ്യുള്ളൂ. ഇതിൽ നിന്ന് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഉണ്ടാക്കി. അപ്പോൾ ഒരു ഫോഴ്സ് കൊടുത്തു എന്നിരിക്കട്ടെ, അപ്പോൾ അതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെട്ടു. ആ ഫോഴ്സിനെ ഒരു ഫോർമുലയാക്കി അദ്ദേഹം മാറ്റി. F ഈസ് ഈക്വൽ ടു ma. എന്താണ്? നമ്മൾ ആ കൊടുക്കുന്ന ഫോഴ്സ് ഇതിൻ്റെ ഈ വസ്തുവിൻ്റെ മാസിനും ആക്സിലറേഷൻ, ഈ ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കുമ്പം അതിൻ്റെ വേഗത കൂടുകയോ കുറയുകയോ ചെയ്യുമല്ലോ. കൂടിയെന്നിരിക്കട്ടെ, ആ കൂടുന്ന വേഗത അതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അതിന് രണ്ടിനും ഈക്വലായിരിക്കും. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇതിന് ഈക്വലാണ് എന്നുള്ളതാണ്. ഈ കൊടുക്കുന്ന ഫോഴ്സ് ഈ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആയിരിക്കും എന്നുള്ളതാണ് ന്യൂട്ടൺ കൃത്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്തത്. അപ്പം എഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഗുരുത്വാകർഷണം എന്ന് പറയുന്നതും എഫ് തന്നെയാണല്ലോ, ഒരു ഫോഴ്സ് തന്നെയാണല്ലോ. നമുക്ക് എഫിൻ്റെ വേറൊരു ഫോർമുല നമുക്ക് നേരത്തെ കിട്ടി. എന്താണ്? M1 M2 ബൈ ആർ സ്ക്വയർ. ഗ്രാവിറ്റിയുടെ കാര്യത്തിൽ ഈ എഫും സെയിം ആണല്ലോ, അല്ലേ? നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ എന്നിടാം. ഇതിൻ്റെ മാസും ഇങ്ങനെ ഇടുന്നു, F ഈസ് ഈക്വൽ ടു ma. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. അപ്പം ma ഈക്വൽസ് GMM ബൈ ആർ സ്ക്വയർ. ഒരു ഇക്വേഷൻ്റെ രണ്ട് വശത്തും ഒരേപോലെ വന്നു കഴിഞ്ഞാൽ അവ നമുക്ക് വെട്ടിക്കളയാം. അപ്പം ആക്സിലറേഷൻ ഈക്വൽസ് GM ബൈ ആർ സ്ക്വയർ, അല്ലേ? ഈ ആക്സിലറേഷൻ എന്ന് പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. ഭൂമിയിലേക്കൊരു വസ്തു വീണുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഓരോ സെക്കൻഡിലും അതിൻ്റെ വേഗത കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന അതിനാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണമുള്ള ആക്സിലറേഷൻ. ഇവിടെ അതിന് G എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. G എന്നാണ്. G എത്രയാണെന്ന് നാം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. 9.8 മീറ്റേഴ്സ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ് G, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇപ്പം ഇവിടെ GM ബൈ ആർ സ്ക്വയർ, അല്ലേ? കൃത്യമാണല്ലോ, കോംപ്ലിക്കേഷൻ സംശയം തോന്നണ്ട.
ഈ ഇക്വേഷനിൽ നമുക്കറിയാൻ വയ്യാത്തത് എന്തൊക്കെയാണുള്ളത്? ഒരൊറ്റ ഒരെണ്ണം മാത്രം, ഈ എം മാത്രമേ നമുക്ക് അൺനോൺ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഈ എം കണക്കാക്കാം. ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ജി. ഇത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, ഇത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇത് രണ്ടെണ്ണം തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇതിൽ നിന്ന് എം നമുക്ക് കിട്ടി. ഭൂമിയുടെ മാസ് ഇങ്ങനെയാണ് കിട്ടിയത്. ഇത് ഭൂമിയുടെ മാസാണ്. ഇങ്ങനെ കണ്ടെത്തിയ ഭൂമിയുടെ മാസാണ് ആദ്യം പറഞ്ഞ 5.9 × 10⁻²4. അതായത് 5.9 ഇട്ടിട്ട് ഇങ്ങനെ ഒരു 24 പൂജ്യം ഇട്ടാൽ അത്രയും കിലോഗ്രാം. ഇതാണ് ഭൂമിയുടെ മാസ്. ഇത് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഭൂമിയുടെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും എല്ലാം മാസ് അളന്നത്. ശരി, സമ്മതിച്ചു. അപ്പോൾ പിന്നെ ഈ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളുകൾ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇതിൻ്റെയൊക്കെ മാസ് എങ്ങനെയാണ് അളന്നത്? ഇതിലെ ഇലക്ട്രോണും പ്രോട്ടോണും ചാർജുള്ള കണങ്ങളാണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജുമാണ്. ഇങ്ങനെ ചാർജുള്ള പാർട്ടിക്കിളുകളെ പുറത്തു നിന്നുള്ള ചാർജ് കൊണ്ടോ മാഗ്നറ്റിക് ഫീൽഡോ ഉപയോഗിച്ച് ആകർഷിക്കുകയും ഡിഫ്ലക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. അങ്ങനെ പാർട്ടിക്കിൾ ആക്സിലറേറ്ററുകൾ ഉപയോഗിച്ച് ഈ കണങ്ങളുടെ വേഗത കൂട്ടി ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ കടത്തിയിട്ടാൽ ഇവയുടെ പാതയ്ക്ക് മാറ്റം വരും. ഈ മാറ്റങ്ങൾ അവയുടെ മാസിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഉദാഹരണത്തിന്, ഒരു വളവിലൂടെ ഒരു ഭാരം കുറഞ്ഞ ബൈക്ക് തിരിക്കുന്നത് പോലെ ഭാരം കൂടിയ ബസ്സിന് തിരിയാൻ കഴിയുമോ? കാരണം ബസ്സിന് മാസ് കൂടുതലാണ്. വിശദീകരിക്കാം. ഇവിടെ ശ്രദ്ധിക്കും. ഭൂമിയുടെ മാസ് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് നമ്മൾ കണ്ടു. ഇനി ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയൊക്കെ മാസ് വേണ്ടേ? ഇപ്പോൾ ഇലക്ട്രോൺ ഇതൊരു നെഗറ്റീവ് ചാർജുള്ള ഒരു പാർട്ടിക്കിളാണ്. ഈ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളിനെ ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ട് നമുക്ക് അതിനെ സ്വാധീനിക്കാൻ കഴിയും, അതിനെ ഡിഫ്ലക്റ്റ് ചെയ്യാനൊക്കെ കഴിയും. ഇങ്ങനെ ഇലക്ട്രോൺ പ്രവാഹം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ പോകുന്നു. ഇവിടെ ഇങ്ങനെ ഒരു പോസിറ്റീവ് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ മാറും. എന്തായാലും ആ സാധനം നേരെ പോവില്ല. ഈ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിളിൻ്റെ മാസിനനുസരിച്ചായിരിക്കും. ഈ മാസ് വളരെ കൂടുതലാണെങ്കിൽ ഇത്ര ഇങ്ങനെ പോകുള്ളൂ. മാസ് കുറവാണെങ്കിൽ അതിൻ്റെ ഡിഫ്ലക്ഷൻ റേറ്റ് കൂടുതലായിരിക്കും. അങ്ങനെ ഈ ഡിഫ്ലക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. ഇത് പ്രോട്ടോൺ ആണെങ്കിൽ വളരെ മാസ് കൂടിയതാണ്, അതിൻ്റെ ഡിഫ്ലക്ഷൻ കുറവായിരിക്കും. ഇലക്ട്രോൺ ഡിഫ്ലക്ഷൻ വളരെ കൂടുതലാണ്, കാര്യം അതിൻ്റെ മാസ് വളരെ കുറവായിരിക്കും. ഈ ഡിഫ്ലക്ഷൻ ആംഗിളിൽ നിന്ന് ഇതിൻ്റെ മാസ് കണക്കാക്കാൻ കഴിയും. ഇങ്ങനെയാണ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളുകളുടെ മാസ് തീരുമാനിക്കുന്നത്, കണക്കാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എങ്ങനെയാണ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളുകളുടെ മാസ് നിർണ്ണയിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? അതായത്, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറയുന്നത് പോലെ മാസ് അളക്കാൻ കട്ടിയും ത്രാസും ഒന്നും വേണ്ട, ചില അടിസ്ഥാന അറിവുകളും കണക്കും ബുദ്ധിയും മാത്രം മതി. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. മറ്റൊരു സയൻസ് വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.